ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു എക്സാം ടിപ്സ്. ഞാൻ വിദ്യയാണ്. ഇന്ന് പുതിയൊരു വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞു നിർത്തിയത് മനഃശാസ്ത്രത്തിലെ ചിന്താധാരകളെക്കുറിച്ചായിരുന്നു. അതിനോട് വളരെ സിമിലാരിറ്റി ഉള്ള കുറച്ച് ഭാഗമാണ് ഇനി പറയാൻ പോകുന്നത്. ഇന്ന് നമ്മൾ നോക്കുന്നത് വിദ്യാഭ്യാസ മനഃശാസ്ത്രത്തിലെ പുതിയ സമീപനങ്ങളെക്കുറിച്ചാണ്. വിദ്യാഭ്യാസ മനഃശാസ്ത്രത്തിൽ നൽകിയിരിക്കുന്ന ഊന്നലുകളിലും വ്യാഖ്യാനങ്ങളിലും വ്യത്യാസം പുലർത്തുന്ന 5 തരം പ്രത്യേക സമീപനങ്ങളാണുള്ളത്. അത് ഏതൊക്കെയാണെന്ന് നോക്കാം. വ്യാവഹാരിക സമീപനം, ബിഹേവിയറൽ അപ്രോച്ച്. വൈജ്ഞാനിക സമീപനം, കോഗ്നിറ്റീവ് അപ്രോച്ച്. മനോവിശ്ലേഷണ സമീപനം, സൈക്കോ അനലിറ്റിക് അപ്രോച്ച്. ന്യൂറോബയോളജിക്കൽ സമീപനം, ന്യൂറോബയോളജിക്കൽ അപ്രോച്ച്. മാനവിക സമീപനം, ഹ്യൂമനിസ്റ്റിക് അപ്രോച്ച്. ഇതൊക്കെ തന്നെയാണ് തൊട്ടു മുന്നേ നമ്മൾ മനഃശാസ്ത്രത്തിലെ ചിന്താധാരകളിലും പറഞ്ഞു വെച്ചത് തന്നെയാണ്. അതിൻ്റെ സെയിം കാര്യങ്ങൾ തന്നെയാണ് ഇവിടെ ഉള്ളത്. അതിലാദ്യത്തേത് നോക്കാം. വ്യാവഹാരിക സമീപനമാണ് ആദ്യത്തേത്. ഇതിൻ്റെ വക്താവിനെ വേണം നമ്മൾ ആദ്യം പറയാൻ. അത് JB വാട്സൺ ആണ്. മറ്റ് വക്താക്കൾ ഉണ്ടായിരുന്നെങ്കിലും അതിലേറ്റവും മുഖ്യ വക്താവെന്ന് പറയുന്നത് JB വാട്സൺ ആണ്. മറ്റ് വക്താക്കൾ പാവ്ലോവ്, തോണ്ടൈക്ക്, സ്കിന്നർ, ഹൾ. പാവ്ലോവ്, തോണ്ടൈക്ക്, സ്കിന്നർ, ഹൾ ഇവരൊക്കെയായിരുന്നു മറ്റ് പ്രധാന വക്താക്കൾ. അതിലേറ്റവും പ്രധാന വക്താവെന്ന് പറയുന്നത് JB വാട്സൺ ആയിരുന്നു. നിരീക്ഷിക്കാവുന്നതും അളക്കാവുന്നതുമായ പ്രതിഭാസങ്ങളാണ് പഠിക്കേണ്ടത് എന്ന് അഭിപ്രായപ്പെട്ട സമീപനമാണ് വ്യാവഹാരിക സമീപനം. ഒരു വ്യക്തിയെ മനസ്സിലാക്കാനായി ആ വ്യക്തിയുടെ വ്യവഹാരങ്ങളെ പഠന വിധേയമാക്കുന്ന സമീപനമാണ് വ്യാവഹാരിക സമീപനം. ഇനി അനുബന്ധനം അല്ലെങ്കിൽ നമ്മളെ കണ്ടീഷനിങ് കൊണ്ട് വൈകാരിക പഠനങ്ങൾ ഉണ്ടാകുമെന്നും ചില ദുർഭീതികൾ, ഫോബിയാസ്, അത് നമുക്ക് വന്നു ചേരാനും വഴിയുണ്ടാക്കുന്ന കാര്യങ്ങളാണ് അനുബന്ധം എന്നാണ് അദ്ദേഹം പറയുന്നത്. JB വാട്സൻ്റെ അഭിപ്രായത്തിൽ അനുബന്ധം കൊണ്ട് വൈകാരിക പഠനങ്ങളും ഉണ്ടാവും, ചില ദുർഭീതികൾ നമ്മൾ അഭ്യസിക്കാനും ഇടയാക്കും എന്നാണ്. അപ്പോൾ വ്യാവഹാരിക സമീപനത്തിൻ്റെ വക്താവ്, മുഖ്യ വക്താവ് വാട്സണും JB വാട്സണും മറ്റ് വക്താക്കൾ പാവ്ലോവ്, തോണ്ടൈക്ക്, സ്കിന്നർ, ഹൾ എന്നിവരുമാണ്. ഇനി അടുത്തത് നോക്കാം. അടുത്തത് വൈജ്ഞാനിക സമീപനമാണ്. വൈജ്ഞാനിക സമീപനം, കോഗ്നിറ്റീവ് അപ്രോച്ച്. ഇതിൻ്റെ പ്രമുഖ വക്താക്കൾ എന്ന് പറയുന്നത് ജീൻ പിയാഷെ, ജെറോമസ് ബ്രൂണർ, ഡേവിഡ് ഓസ്ബെൽ, കട്ട് ലെവിൻ, വൈഗോട്സ്കി. ഈ പേരുകളെല്ലാം നമ്മൾ മുന്നേ പഠിച്ചതാണ്. ജ്ഞാനനിർമ്മിതിവാദത്തിൽ ഇവരുടെയൊക്കെ പേര് പഠിച്ചിട്ടുണ്ട്. വൈഗോട്സ്കി മാത്രമേ പുതിയതായിട്ടുള്ളൂ. ജീൻ പിയാഷെ, ജെറോമസ് ബ്രൂണർ, ഡേവിഡ് ഓസ്ബെൽ, കട്ട് ലെവിൻ ആൻഡ് വൈഗോട്സ്കി. വിജ്ഞാന ശകലങ്ങൾ ഒരു വ്യക്തി എങ്ങനെയാണ് ഉൾക്കൊള്ളുന്നതെന്നും എങ്ങനെയാണ് അവയെ വിശകലനം ചെയ്ത് സ്വാംശീകരിക്കുന്നതെന്നുമുള്ള കാര്യങ്ങൾക്ക് പ്രാധാന്യം നൽകുന്നൊരു സമീപനമാണ് വൈജ്ഞാനിക സമീപനം. ഒരു വ്യക്തിയുടെ പഠനം, ഓർമ്മ, വിശ്വാസങ്ങൾ, വികാരങ്ങൾ എന്നിവയെ വിജ്ഞാന ശകലങ്ങൾ എങ്ങനെ സ്വാധീനിക്കുന്നു എന്നതിനെ അടിസ്ഥാനമാക്കി വിശകലനം നടത്തുന്ന മനഃശാസ്ത്രമാണ് വൈജ്ഞാനിക സമീപനം. വൈജ്ഞാനിക, അതായത് ബുദ്ധിക്കാണ് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത്. വ്യാവഹാരിക സമീപനത്തിലാണെന്നുണ്ടെങ്കിൽ ബിഹേവിയറിനാണ് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത്. വൈജ്ഞാനിക സമീപനത്തിൽ കോഗ്നിറ്റീവ് ഡെവലപ്മെൻറ്റിനാണ് അല്ലെങ്കിൽ ബൗദ്ധിക തലത്തിനാണ് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തിരിക്കുന്നത്. ഇനി അടുത്തത് നോക്കാം. അടുത്തത് മനോവിശ്ലേഷണ സമീപനമാണ്, സൈക്കോ അനലിറ്റിക് അപ്രോച്ച്. പേര് കേൾക്കുമ്പോൾ തന്നെ സിഗ്മണ്ട് ഫ്രോയിഡാണ് അതിൻ്റെ വക്താവെന്ന് മനസ്സിലാവും. അപ്പോൾ മനോവിശ്ലേഷണ സമീപനം സിഗ്മണ്ട് ഫ്രോയിഡാണ്. ബാല്യകാല അനുഭവങ്ങൾ ഭാവിയിൽ വ്യക്തിയുടെ സ്വഭാവവിശേഷത്തെയും മാനസിക പ്രശ്നങ്ങളെയും സ്വാധീനിക്കുന്നു എന്ന വസ്തുതയിൽ അധിഷ്ഠിതമായ സമീപനമാണ് മനോവിശ്ലേഷണ സമീപനം. അതിൽ തന്നെ മനുഷ്യ മനസ്സിനെ 3 തലങ്ങളായിട്ട് ഫ്രോയിഡ് തിരിച്ചിട്ടുണ്ട്. അബോധതലം, ബോധതലം, ബോധപൂർവതലം. ഇതൊക്കെ ഇനിയൊരു അവസരത്തിൽ പറയുന്നുണ്ട്. അതുപോലെ തന്നെ മനസ്സിൻ്റെ മനോഘടനയും സിഗ്മണ്ട് ഫ്രോയിഡ് വിഭജിച്ചിട്ടുണ്ട്. അത് ഇഡ്, ഈഗോ, സൂപ്പർ ഈഗോ എന്നിങ്ങനെ 3 രീതിയിലാണ്. അപ്പോൾ മനോവിശ്ലേഷണ സമീപനം സിഗ്മണ്ട് ഫ്രോയിഡിൻ്റേതാണ്. ബാല്യകാല അനുഭവങ്ങൾ ഭാവിയിൽ വ്യക്തിയുടെ സ്വഭാവവിശേഷത്തെയും മാനസിക പ്രശ്നത്തെയും സ്വാധീനിക്കുന്നു എന്ന വസ്തുതയിൽ അധിഷ്ഠിതമായ സമീപനമാണ് മനോവിശ്ലേഷണ സമീപനം, സൈക്കോ അനലിറ്റിക് അപ്രോച്ച്, സിഗ്മണ്ട് ഫ്രോയിഡ്. ഇനി അടുത്തത് ന്യൂറോബയോളജിക്കൽ സമീപനമാണ്. മനുഷ്യരുടെ ചിന്ത, വികാരം എന്നിവയെ നാഡീവ്യവസ്ഥയുടെ സ്വഭാവം ആശ്രയിച്ചാണ് പ്രവർത്തിക്കുന്നത് എന്ന് അഭിപ്രായപ്പെടുന്ന സമീപനമാണ് ന്യൂറോബയോളജിക്കൽ. ന്യൂറോ സയൻസിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നു, അത്രയേ ഉള്ളൂ. ന്യൂറോബയോളജിക്കൽ അപ്രോച്ച്. ഇനി ലാസ്റ്റ് വൺ എന്ന് പറയുന്നത്
മാനവിക സമീപനമാണ്, ഹ്യൂമനിസ്റ്റിക് അപ്രോച്ചാണ്. അത് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ളത് അതേ കാര്യം തന്നെയാണ്. ഭൗതികവും ആത്മീയവുമായ ആഗ്രഹങ്ങളും ലക്ഷ്യങ്ങളുമുള്ള ഒരു സാമൂഹിക മാനസിക ജീവിയായി മനുഷ്യനെ കണക്കാക്കുന്ന സമീപനമാണ് മാനവിക സമീപനം. അവിടത്തേതുപോലെ തന്നെ അതിൻ്റെ പ്രധാന പ്രയോക്താക്കൾ എന്ന് പറയുന്നത് കോൾ റോജേഴ്സ്, ഗ്ലേസർ, കോബ്സ്, അബ്രഹാം മാസ്ലോസ്. കോൾ റോജേഴ്സ്, ഗ്ലേസർ, കോബ്സ്, എബ്രഹാം മാസ്ലോ ഇവരാണ് അതിൻ്റെ വക്താക്കൾ. ലക്ഷ്യങ്ങൾ സ്വയം തീരുമാനിക്കാനും ആ ലക്ഷ്യങ്ങളിലേക്ക് എത്തിച്ചേരാനുള്ള പാത സ്വയം കണ്ടെത്തുവാനും മനുഷ്യർക്ക് സാധിക്കും. മനുഷ്യരുടെ ലക്ഷ്യങ്ങളെയും സമീപനങ്ങളെയും വിശകലനം നടത്തുന്നതാണ് മാനവിക സമീപനം ചെയ്യുന്നത്. മനുഷ്യന് അവൻ്റെ ലക്ഷ്യം എന്തായി തീരണമെന്നുള്ള ലക്ഷ്യം അവനുണ്ട്, അതിലോട്ടുള്ള പാതയും അവന് തന്നെ തിരഞ്ഞെടുക്കാം. അതിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു പഠനം അല്ലെങ്കിൽ സമീപനമാണ് മാനവിക സമീപനം. ഇത് ഇത്രയുമാണ് സമീപനങ്ങൾ, വിദ്യാഭ്യാസ മനഃശാസ്ത്രത്തിലെ സമീപനങ്ങൾ, അപ്രോച്ചസ്. ഇനി നമ്മൾ അതിൽ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതുപോലെ തന്നെ ഡയറക്റ്റ് ക്വസ്റ്റ്യൻസാണ് ഇതിൽ നിന്ന് വരാറ്. കഴിഞ്ഞ PSC പരീക്ഷയ്ക്ക് LP അസിസ്റ്റൻ്റ് 2017 ചോദിച്ചൊരു ചോദ്യം പറയാം. താഴെ പറയുന്ന കൂട്ടങ്ങളിൽ ഒരേ വിചാര മാതൃകയിൽ പെടുന്ന മനഃശാസ്ത്രജ്ഞൻ ആരല്ല? ഒരേ വിചാര മാതൃകയിൽ പെടുന്നവരാണ്, അത് ഒരേ ഗ്രൂപ്പിൽ വരുന്നവർ, അല്ലെങ്കിൽ ഒരേ ഫോളോ ചെയ്യുന്നവർ, ഒരേ സമീപനം ഫോളോ ചെയ്യുന്നവർ, അങ്ങനെയുള്ളവർ ഇതിലേതാണ് എന്നാണ് ചോദ്യം. ആദ്യത്തേത് നോക്കാം. കോഫ്ക, കോഹ്ലർ, തോണ്ടൈക്ക്. ബി. എറിക്സൺ, ബന്ദൂര, ടോൾമാൻ. സി. വാട്സൺ, വില്യം ജെയിംസ്, വില്യം വുഡ്. ഡി. പിയാഷെ, ബ്രൂണർ, വൈഗോസ്കി. ഈ 4 ഓപ്ഷനാണ് തന്നിട്ടുള്ളത്. ഇതിൽ ഒരേ വിഭാഗത്തിൽ പെടുന്നവരെയാണ് നോക്കാനുള്ളത്. കോഹ്ലർ, കോഫ്ക, തോണ്ടൈക്ക് നമുക്കറിയാം. കോഹ്ലർ, കോഫ്ക വെർത്തീമറാണ് വരുന്നത്, തോണ്ടൈക്ക് അല്ല. എറിക്സൺ, ബന്ദൂര, ടോൾമാൻ നമ്മൾ ഇതുവരെയും പരിചയപ്പെട്ടിട്ടില്ല. അടുത്തത് വാട്സൺ, വില്യം ജെയിംസ്, വില്യം വുഡ്. 3 പേരും 3 സമീപനങ്ങളുടെ ആൾക്കാരാണ്. അവസാനത്തേത് പിയാഷെ, ബ്രൂണർ, വൈഗോസ്കി. ഇപ്പോൾ നമ്മൾ പറഞ്ഞായിരുന്നു വൈജ്ഞാനിക സമീപനത്തിൻ്റെ വക്താക്കളിൽ പിയാഷെ, ബ്രൂണർ, ഓസ്ബെൽ, കാർട്ട്ലെവിൻ, വൈഗോസ്കി എന്നിവരുണ്ടെന്ന്. അതിലെ പിയാഷെ, ബ്രൂണർ, വൈഗോസ്കിയാണ് ഇവിടെ തന്നിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ആണ്. ഇത്തരത്തിലുള്ള ഡയറക്റ്റ് ക്വസ്റ്റ്യൻസാണ് ഈ ഭാഗത്തു നിന്ന് നമുക്ക് പ്രതീക്ഷിക്കാവുന്നത്. ഓക്കെ, മറ്റൊരു ടോപ്പിക്കുമായി ഇനി അടുത്ത വീഡിയോയിൽ കാണാം. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ എൻ്റെ ചാനൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ.